ഹായ് ഗായ്സ്, എല്ലാവരും എന്ത് ചെയ്യുന്നു? സുഖമായിട്ടിരിക്കുന്നു. ഞാനും സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടത് ഡാഡുവിൻ്റെ ബർത്ത്ഡേ വ്ലോഗാണ്. പിന്നെ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എന്തിനായിരിക്കും നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലുണ്ടാവും. നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ വ്ലോഗുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. സംഭവം ഞാനിപ്പോൾ ബർത്ത്ഡേ സെലിബ്രേഷൻ പരിപാടിയൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ഈ ഇൻട്രോ എടുക്കുന്നത്. നമുക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു ഇന്ന്. നമ്മൾ പ്രതീക്ഷിച്ച പോലെ അത്യാവശ്യം നന്നായിട്ട് നമുക്ക് ഡാഡിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ്റി. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഗായ്സ് ഇന്നത്തെ നമ്മുടെ ഒരു സംഭവം അഥവാ വ്ലോഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. ഗായ്സ്, ഇപ്പോൾ സമയം 12 മണിയായിട്ടുണ്ട്. നമുക്ക് ഡാഡുവിനെ വിഷ് ചെയ്യാം. ഡാഡു അവിടെ ഭയങ്കര ഉറക്കത്തിലാണ്, കണ്ടോ, തലകുത്തി മറിയുന്നു. നമുക്ക് ഡാഡൂസിനെ വിഷ് ചെയ്യാം ഗൈസ്. ഹാപ്പി ബർത്ത്ഡേ ഡാഡു. അവൻ ഭയങ്കര ഉറക്കത്തിലാണ് ഗൈസ്. അതുകൊണ്ട് തന്നെ ഇനി ശല്യപ്പെടുത്തിയാൽ അവൻ ഉണർന്നിരിക്കും. അതുകൊണ്ട് നമുക്ക് ഇപ്പോഴത്തെ ബർത്ത്ഡേ വിഷ് ഇവിടെ അവസാനിപ്പിക്കാം. ബാക്കി നമുക്ക് നാളെ ആഘോഷിക്കാം. ഗൈസ്, ഡാഡുവിൻ്റെ ബർത്ത്ഡേ മോർണിംഗ് ആണ്. ഇപ്പോൾ ഒരു 9:30 ആയിട്ടുണ്ട്. ബർത്ത്ഡേ പോയി എണീറ്റിട്ടില്ല. ഞാൻ കാണിച്ചു തരാം. അവന് ഉണ്ടോ, സുഖം ഉറക്കമാണ്. അവന് ചെറിയൊരു ചുമയുണ്ട്. അതുകൊണ്ട് ഉറക്കം ഒന്നും രാത്രി ശരിയാവാത്തത് കൊണ്ട് തന്നെ ഭയങ്കര ഉറക്കമാണ്. എപ്പോൾ എണീക്കൊന്ന് വെയിറ്റിംഗ് ആണ് ഞാൻ. ഡാഡുവിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. എനിക്ക് ഇന്നലെ ഒന്നും അങ്ങനെ ഇമോഷണലി അങ്ങനെയൊന്നും തോന്നിയില്ല. അപ്പോൾ ഡാഡിൻ്റെ നമ്മൾ ഫോട്ടോഷൂട്ട് എടുത്തായിരുന്നു. അപ്പോൾ ഫോട്ടോസ് കിട്ടിയില്ല. അതാണ് വലിയ കോമഡി. അപ്പോൾ ഞാൻ വിചാരിച്ചത് ആ ഫോട്ടോ കിട്ടിയിട്ട് നമുക്കിപ്പോൾ സ്റ്റാറ്റസും സ്റ്റോറിയൊക്കെ ഇടാം എന്ന് വിചാരിച്ചാണ് ഞാൻ ഇരുന്നത്. അപ്പോൾ രാവിലെ ആയിട്ടും കിട്ടിയില്ല. അത് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു അവൻ്റെ കുറേ വീഡിയോസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചൊരു വീഡിയോ ചെയ്യാമെന്ന്. ആ വീഡിയോ ചെയ്തപ്പോൾ മുതൽ എനിക്ക് ഇമോഷണലി എന്തോ ഒരു സാധനം വരുന്നു. ആ മറ്റേ പാട്ടുണ്ടല്ലോ, വാവെണ്ണിലാവേ വാടാതെ പോവേ, ആ പാട്ടാണ് ഞാൻ ഇതിന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് കൊടുത്തത്. അതുകൊണ്ടാണോ എന്തോ ആ പാട്ടിൻ്റെ എഫക്റ്റും ഈ വീഡിയോയൊക്കെ കണ്ടപ്പോൾ എനിക്ക് എന്തോ പോലെ, അപ്പം മുതൽ എന്തോ പോലെ. എൻ്റെ ഡാഡുവിന് 1 വയസ്സായി. അയ്യോ, ഇന്നാണ് എനിക്ക് ആ ഇമോഷൻ്റെ ഉള്ള ആ സാധനം വന്നത്. എനിക്ക് ഇന്നലെ രാത്രിയൊന്നും ഇങ്ങനെയൊന്നും തോന്നിയില്ല. ഡാഡിൻ്റെ ബർത്ത്ഡേ ആണ്, സന്തോഷമാണ്, ഹാപ്പിനെസ്സാണ്. ഇപ്പോഴും സന്തോഷവും ഹാപ്പിനെസ്സും ഒക്കെയാണ്. പക്ഷേ ആ പാട്ടും ആ വീഡിയോയും കണ്ടതിന് ശേഷം എനിക്ക് എന്തോ ഒരു സാധനം. അയ്യോ, എല്ലാ അമ്മമാർക്കും അങ്ങനെ ആയിരിക്കുമല്ലേ. എന്തായാലും കുഴപ്പമില്ല. കിട്ടുക നമ്മുടെ ഹാളിലോട്ട് പോയിട്ടുണ്ട്. അവിടെ വർക്ക് ചെയ്യണം, സ്റ്റേജൊക്കെ സെറ്റാക്കണം. അങ്ങനെ കിട്ടു രാവിലെ തന്നെ പോയി. നമ്മളിതാ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു. ഡാഡു എണീറ്റിട്ട് നമുക്ക് ബാക്കി കാണാം. നമ്മുടെ ബർത്ത്ഡേ പോയി എണീറ്റിട്ടുണ്ട് ഗൈസ്. ഹായ് പറഞ്ഞേ. അപ്പോൾ നമുക്ക് ബർത്ത്ഡേ ബോയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാം. ദോശയും ചട്നിയാണ് ബ്രേക്ക്ഫാസ്റ്റ്. നമ്മളിന്ന് ഹെവി ആയിട്ടൊന്നും ഇവിടെ ഉണ്ടാക്കുന്നില്ല. കാരണം നമുക്ക് അവിടെ പോയി കഴിക്കാനുള്ളതാണല്ലോ, നമ്മൾ മറക്കാൻ പാടില്ല. പിന്നെ ഞാൻ കഴിക്കാമെന്നും എനിക്ക് ദോശയും ചമ്മന്തിയും കഴിക്കാൻ താല്പര്യം തോന്നുന്നത് കൊണ്ട് തന്നെ കുക്കു കപ്പ ഉണ്ടാക്കിയിരുന്നു. അവൻ കപ്പയും മുളകും കട്ടനും കൂടെ കഴിച്ചു. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഞാൻ കുട്ടീസിൻ്റെ ബർത്ത്ഡേ ആഘോഷമൊക്കെ തുടങ്ങിയായിരുന്നു. നന്ദൂട്ടിയും കല്യാണിയും ഡാഡും കൂടെ ഡാൻസ് കളിക്കാൻ. ഡാഡുവിൻ്റെ ഫേവറേറ്റ് പാട്ടാണ് പമ്പാ ഗണപതി. അത് കേട്ടാൽ അവ എപ്പോഴും ഓണാകും, ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അവനെ ഹാപ്പിയാക്കാൻ വേണ്ടി നമ്മൾ അവനെ പാട്ടൊക്കെ ഇട്ട് കൊടുത്തു. അത് അവൻ നല്ല മൂട്ടിലിരുന്നോളും. അവൻ ചെറിയ വയ്യായൊക്കെ ഉണ്ടായിരുന്നു. കണ്ടു, പമ്പാ ഗണപതി കണ്ട് ആസ്വദിച്ചിട്ട് അവിടെ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും കുക്കുത കുറച്ച് ഹൽവയും കൊണ്ട് വന്നു. അങ്ങനെ ഡാഡുവിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഒരു ഇച്ചിരി അവന് കൊടുക്കാമെന്ന് വെച്ചാൽ അവന് ഇത്തിരി കൊടുത്തു. അവൻ അതൊക്കെ കഴിച്ച് തുള്ളിച്ചാടി നിൽക്കുകയാണ്. ഡാഡുവിന് വയ്യെങ്കിലും മൂഡ് കൊള്ളാം, നല്ല മൂഡാണ്. അവൻ്റെ മൂഡിനെ ഡിപ്പെൻഡ് ചെയ്താണല്ലോ എന്താ നമ്മുടെ സെലിബ്രേഷൻ മൊത്തം ഇരിക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ ചിഞ്ചു വന്നു. ചിഞ്ചുവാണ് ഇവിടുത്തെ ഡാൻസ് മാസ്റ്റർ വിക്രം. അങ്ങനെ ചിഞ്ചുവും നന്ദൂട്ടനും കല്യാണിയും ഡാഡും കൂടെ ഡാൻസ് കളിച്ച് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുക്കു അമ്മയൊക്കെ ഉണ്ട്. കിട്ടു ഇവിടെ അല്ല, കിട്ടു രാവിലെ തന്നെ വർക്ക് ചെയ്യാൻ വേണ്ടി പോയിരുന്നു. നമുക്കൊരു 5 മണിയൊക്കെ ആകുമ്പോൾ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് മനസ്സിൽ. അതുകൊണ്ട് തന്നെ കിട്ടു നേരത്തെ പോയി. അങ്ങനെ നമ്മളിങ്ങനെ കറങ്ങി തിരിഞ്ഞൊക്കെ നടന്ന് സമയം ഏകദേശം ഉച്ചയായി. ഗായ്സ്, അങ്ങനെ സമയം ഇപ്പോൾ ഒരു ഉച്ചയായിട്ടുണ്ട്. 2:30 കഴിഞ്ഞു. നമുക്കിനി റെഡി ആവാൻ പോകണം. ബർത്ത്ഡേ ഡാഡുവിൻ്റെ ആണെങ്കിലും ഒരുങ്ങേണ്ടത് നമ്മളാണല്ലോ.
അപ്പോൾ ഞാൻ പാർലറിലോട്ട് ഒരുങ്ങാൻ പോവാണ്. കിട്ടുന്ന വർക്കിൻ്റെ തിരക്കായതുകൊണ്ട് എന്നെ കൊണ്ടുവിടാൻ പറ്റില്ല. അപ്പോൾ ദേവി ഇവിടെ വന്ന് നിൽപ്പുണ്ട്. ദേവി എന്നെ അവിടെ കൊണ്ടാക്കിക്കോളും. അപ്പോൾ നമുക്ക് റെഡിയാവാം. നല്ല മെയിൻ നമുക്ക് അവിടെ പോയിട്ട് കാണാം. അങ്ങനെ നമ്മൾ ഒരുങ്ങാൻ വന്നിരിക്കുകയാണ് ഗായ്സ്. നമ്മൾ വന്നത് നെടുമങ്ങാട് ആനാടുള്ള മംഗലത്ത് ബൊട്ടീക്കിലാണ്. ഇവിടെ അത്യാവശ്യം ഫേമസ് ആണ് മംഗലത്ത് ബൊട്ടീക്ക്. അങ്ങനെ നമ്മൾ അവിടെയാണ് വന്നത്. പിന്നെ എൻ്റെ കൂടെ ദേവിമോളുണ്ട്. അവൾ പ്രത്യേകം പറയാൻ പറഞ്ഞു, അവൾ തീരെ വയ്യാതെ അവശ്യ നിലയിലായിരുന്നു, എന്നിട്ട് അവൾ ആത്മാർത്ഥതയുടെ ആധിക്യം മൂലമാണ് അവൾ ഇതിനൊക്കെ വന്നതെന്ന് പ്രത്യേകം പരാമർശിക്കണേ എന്നവൾ പറഞ്ഞായിരുന്നു. അങ്ങനെ ആൻറ്റി എൻ്റെ ഹെയർ സെറ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഉടക്കുണ്ട് എൻ്റെ മുടിയിൽ. പിന്നെ എനിക്ക് മുടിക്ക് ലെങ്തും വോളിയൊക്കെ വളരെ കുറവായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പാടൊന്നുമില്ല. മുടി എന്ന് പറയുന്ന സാധനം പേരിന് മാത്രമേ എൻ്റെ തലയിലുള്ളൂ, ഒട്ടും കൂടുതലില്ല. അതുകൊണ്ട് ചെയ്യുന്ന ആളിന് അത്യാവശ്യം എളുപ്പമാണ്. അങ്ങനെ ഉടക്കൊക്കെ കളഞ്ഞ് എൻ്റെ മുടി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഒന്ന് ക്രിമ്പ് ചെയ്തെടുത്താൽ മതി. ഉടക്ക് കളഞ്ഞു, മുടി ഒന്ന് ഹീറ്റ് ചെയ്ത് ഉണക്കിയിട്ടുണ്ട്, കാരണം കുളിച്ചിട്ടാണ് ഞാൻ വന്നത്. പിന്നെ ക്രിമ്പ് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട്. ഇനി അപ്പം നമുക്ക് ഡ്രസ്സ് മാറ്റിയിട്ട് വരാം. ഗൈസ്, എൻ്റെ ഹെയർ എല്ലാം ക്രിമ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ ഡ്രസ്സ് മാറ്റാൻ പോവാണ്. ഡ്രസ്സ് മാറ്റിയിട്ട് കാണാം. ഗൈസ്, ഇതാണ് എൻ്റെ ഡ്രസ്സ്. എങ്ങനെയുണ്ട്? നമ്മൾ ഫുൾ ബ്ലാക്ക് തീമാണ്. ഇതാണ് ഔട്ട്ഫിറ്റ്. ഇനി ഒരുങ്ങിയിട്ട് കാണാം. ഗൈസ്, അങ്ങനെ നമ്മളെ ബർത്ത്ഡേ പയ്യൻ്റെ അമ്മ ഇരിക്കുകയാണ്. ഡ്രസ്സൊക്കെ മാറി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ദേവി എന്തൊക്കെയോ ഇവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ടും പ്രവർത്തിച്ചുകൊണ്ടും ഇരിക്കുകയാണ് ഗൈസ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ചെറിയ സുഖമില്ലാത്തൊരു കുട്ടിയാണവൾ, കുഴപ്പമില്ല. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും എനിക്ക് ത്രെഡ് ചെയ്യണമായിരുന്നു. ഒരുപാട് നാളായി ഞാൻ ത്രെഡ് ചെയ്തിട്ട്. എനിക്കങ്ങനെ ഒരുപാട് ഇങ്ങനെ പുരികം വളരാറില്ല, അതുകൊണ്ട് ത്രെഡ് ചെയ്യേണ്ട ആവശ്യവും വരാറില്ല. ഞാനൊരു 3 മാസം 4 മാസം 5 മാസമൊക്കെ കൂടുമ്പോഴേ ചെയ്യാറുള്ളൂ. പക്ഷേ ഭയങ്കര വേദനയാണ്, ഒടുക്കത്തെ വേദനയാണ് ചെയ്യുമ്പോൾ. അങ്ങനെ ത്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെനിക്ക് ഇച്ചിരി ഭയങ്കര റിസ്ക്കുള്ള പരിപാടിയാണ് ത്രെഡ് ചെയ്യൽ. എന്താണെന്നൊരു വൃത്തികെട്ടൊരു വേദനയാണ് ത്രെഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്. അങ്ങനെ വേദന സഹിച്ചെങ്കിലും എനിക്ക് നന്നായിട്ട് ത്രെഡ് ചെയ്ത് തന്നു ആൻറ്റി. അങ്ങനെ അത് കഴിഞ്ഞു നമ്മളിനി ഒരുങ്ങാൻ വേണ്ടി കയറുവാണ്. ഒരുങ്ങിയിട്ട് കാണാം. ഗായ്സ്, ഞാൻ ഒരുങ്ങി റെഡിയായി വന്നിട്ടുണ്ട്. എനിക്ക് അവിടെ വെച്ച് വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. ഇതാണ് എൻ്റെ ലുക്ക് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അവിടെ പോയിട്ട് കാണിച്ചു തരാം. ഒരുങ്ങി റെഡിയായി വന്നിട്ടുണ്ട്. ഡാഡുവിനെ റെഡിയാക്കാൻ പോകണം. അവനെ റെഡിയാക്കിയിട്ട് അവൻ്റെ ലുക്ക് കാണിച്ചു തരാം. ഞാനെന്താ ഓട്ടോയിൽ എന്ന് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. നമ്മൾ കാറിന് വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ് ഗായ്സ്. ഡാഡുവും അമ്മയൊക്കെ പോയായിരുന്നു. ഇനി ഞാനും കിട്ടുമോ മാത്രമേ ഉള്ളൂ. നമ്മൾ കാർ ഓൺ ദ വേ ആണ്. അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് എൻ്റെ പുതിയ ചെരുപ്പ്. ഞാൻ ഈ ഫംഗ്ഷന് വേണ്ടി വാങ്ങിയതാണ്. അങ്ങനെ നമ്മുടെ കാർ വന്നു. നമ്മുടെ അക്ഷയാണ് കാർ കൊണ്ടുവന്നത്. അക്ഷയ് എന്ന് പറയുന്നത് നമ്മുടെ ദേവിയുടെ സ്വന്തം ചേട്ടനാണ്, കിട്ടുവിൻ്റെ ഫ്രണ്ടാണ്. അങ്ങനെ നമ്മൾ 4 പേരും കൂടെ പോവാണ്. ഗായ്സ്, കണ്ടോ? ഇതാണ് നമ്മുടെ ഹാളിൻ്റെ ഫസ്റ്റ് എൻട്രൻസ് എന്ന് പറയുന്നത്. നമ്മൾ പോയി കയറിയപ്പോൾ തന്നെ എല്ലാവരും വന്നിട്ടുണ്ട്. എൻ്റെ അമ്മയും അച്ഛനും നമ്മുടെ റിലേറ്റീവ്സും ഫ്രണ്ട്സും എല്ലാവരും എത്തിയിട്ടുണ്ട്. അമ്മയും ഡാഡുവും. ഇതാണ് ഡാഡുവിൻ്റെ ലുക്ക് എന്ന് പറയുന്നത്. അവൻ വൃത്തിയായിട്ട് ഞാൻ റെഡിയാക്കി വിട്ട കുട്ടിയാണ്. അവൻ്റെ ബഹളം കാരണം ഇങ്ങനെയാണ് അവൻ്റെ ലുക്ക് ഇപ്പം നിലവിലിരിക്കുന്നത്. നമുക്ക് കേക്ക് കട്ടിയ സമയത്ത് ശരിയാക്കാം. ചെറിയ വയ്യായ്ക ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. പിന്നെ നമ്മുടെ ജെറിക്കുട്ടൻ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കോളേജിൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ജെറി. പിന്നെ നമ്മുടെ വേറൊരു ബെസ്റ്റ് ഫ്രണ്ടാണ് ഹൈമ. അവർ രണ്ടുപേരും വന്നിട്ടുണ്ട്. പോകുന്ന നമ്മുടെ അമ്മയുടെ കടയിലെ ചേട്ടനാണ്, നിങ്ങൾ മുമ്പ് കാണിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ ചേട്ടനും ചേച്ചിയും എല്ലാവരും ഡാഡൂസിൻ്റെ ബർത്ത്ഡേക്ക് വന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ ബാക്ക് ഡ്രോപ്പ് എന്ന് പറയുന്നത്. പച്ച സാരിയെ കൊടുത്താൽ ഇവിടുത്തെ അമ്മയും റെഡിയായി നിൽപ്പുണ്ട്. ആൾക്കാർ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ, എന്നാലും കുറച്ച് ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട്. അങ്ങനെ വന്ന് നമ്മുടെ സ്റ്റേജൊക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി ഗൈസ്. എൻ്റെ ഒരു ഡ്രീം ഡേ ആയിരുന്നു ഡാഡുവിൻ്റെ ബർത്ത്ഡേ എന്ന് പറയുന്നത്. ഇതൊക്കെ കിട്ടുവിൻ്റെ ഫ്രണ്ട്സാണ്, രശ്മിയും രേഖയും. അങ്ങനെ ഞാൻ അവരുടെ കാര്യം പറഞ്ഞ് വീഡിയോ എടുക്കുന്നത് കാണാത്തതുപോലെ ഞാൻ പട്ടിഷോ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കല്യാണി റെഡി ആയിട്ടുണ്ട്. കല്യാണി നന്ദോട്ടിനൊക്കെ ബ്ലാക്ക് ഡ്രസ്സിലാണെന്ന് ഒരുങ്ങിയിരിക്കുന്നത്. നമ്മളൊരു ബ്ലാക്ക് തീമാണ്. ഇതാണ് ഗായ്സ് നമ്മുടെ ബാക്ക് ഡ്രോപ്പിൻ്റെ ഒരു ലുക്ക് എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല രസമുണ്ടായിരുന്നു നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. ഡാഡൂസ്, ഇത് ഡാഡുവിനെ കടയിലെ ചേട്ടൻ പ്രവീണേട്ടൻ കൊണ്ടുവന്ന ഗിഫ്റ്റാണ്. ഡാഡു ആദ്യം തന്നെ വന്നിരുന്ന് അതിൽ പാട്ടൊക്കെ ഇട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടപ്പോൾ തന്നെ അവന് ഭയങ്കര സന്തോഷമായി. അവൻ പ്രോ ഡ്രൈവറായെന്നാണ് അവൻ്റെ മനസ്സിലെ വിചാരം. അങ്ങനെ ഡാഡു വണ്ടിയൊക്കെ ഓടിച്ച് നടക്കുവാണ്. അവന് ചെറിയ ജലദോഷത്തിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവനുള്ള മരുന്നൊക്കെ കൊടുത്ത് റെഡി ആയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഡാഡു ഫുൾ ഹാപ്പിയാണ്. ഡാഡുവിൻ്റെ കോസ്റ്റ്യൂം എങ്ങനെയുണ്ട് ഗായ്സ്? എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. എല്ലാവരും പറഞ്ഞു സൂപ്പറാന്ന്. അങ്ങനെ ഡാഡൂസ് വണ്ടിയിൽ ഇരുന്നൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അച്ഛനും അമ്മയും കൂടി ഇരുന്ന് ഡാഡുവിനിതാ എന്തൊക്കെയോ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. നമ്മളൊരു 5 മണിയൊക്കെയാണ് ടൈം പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ സമയം ഏകദേശം 6 മണി കഴിഞ്ഞിട്ടുണ്ട്. ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുള്ളത്. എല്ലാവരും കൂടെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ചേട്ടനും ചേച്ചിയും മക്കളും ഡാഡൂസൊക്കെ കൂടെ ഫോട്ടോ എടുത്തുകൊണ്ട് നിൽക്കുവാണ്. എല്ലാവരും വന്നൊരു ഹാപ്പി മൂഡായിരുന്നു ഗൈസ്.
വ്ളോഗ് എല്ലാരും പകർത്തണം ഗായ്സ് ഇതിന് സബ്സ്ക്രൈബേഴ്സ് ആണ് കേട്ടോ. ഇനി നമുക്ക് ഫുഡ് കൗണ്ടറിലോട്ട് കിടക്കാം. ഇതാണ് നമ്മുടെ ഫുഡ് കൊടുക്കുന്ന സ്ഥലം. ദേ ഇവിടെ എന്തൊക്കെയുണ്ടെന്നുള്ളത് കാണിക്കാം. ആദ്യം തന്നെ നല്ല അടിപൊളി റൈസ് ഉണ്ട്, പിന്നെ പൊറോട്ടയുണ്ട്, അതിൻ്റെ കൂടെ നല്ല പഞ്ഞി പോലിരിക്കുന്ന പത്തിരിയുണ്ട്, പിന്നെ ഇതാ ചിക്കൻ കറിയുണ്ട്. ചിക്കൻ കറിയുള്ള അതൊരു കളിയില്ലല്ലോ. പിന്നെ അതിൻ്റെ അടുത്ത് അടിപൊളി ചിക്കൻ ഫ്രൈ ഉണ്ട്, പിന്നെ വെജിറ്റബിൾ കറിയും കൂടെ ഉണ്ട്. പിന്നെ ആ പപ്പടോ സൈഡിലിരിപ്പുണ്ട്. അപ്പോഴേക്കും ദേവി മോളെത്തി. ദേവിയാണ് എനിക്ക് എല്ലാ വീഡിയോസും എടുത്തു തന്നത് ഗായ്സ്. പിന്നെ അതാ അച്ചാറുണ്ട്, നല്ല നാരങ്ങ അച്ചാറുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്, വാട്ടർമെലനാണ്. പിന്നെ നമുക്കൊരു 3 ടൈപ്പ് ഓഫ് സാലഡ്സ് ഉണ്ടായിരുന്നേ. 1 2 ഇതേ ഇങ്ങനെ 3 ടൈപ്പ് സാലഡ്സും ഉണ്ടായിരുന്നു. അതൊക്കെ നോക്കി നിന്നപ്പോഴത്തേക്കും ദേ നമ്മുടെ ബർത്ത്ഡേ കേക്ക് എത്തിയിട്ടുണ്ട് ഗായ്സ്. നമ്മുടെ ബാക്ക് ഡ്രോപ്പിന് മാച്ച് ആവുന്ന രീതിയിൽ ഒരു ഗ്രീൻ ആൻഡ് ഓഫ് വൈറ്റ് കളറിലാണ് കേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ദേ ഐസ് സ്റ്റിക്സ് ഉണ്ടായിരുന്നു, പിന്നെ അതിൻ്റെ കൂടെ മഫിൻസും ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ദേ അത്യാവശ്യം ഏറെക്കുറെ ആൾക്കാരൊക്കെ എത്തിയ സമയത്ത് നമ്മൾ അവരുടെ അടുത്തൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ചേട്ടത്തിമാരൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. എനിക്ക് എല്ലാ വീഡിയോ എടുക്കുന്നത് ദേവിയാണ്. അവൾ എടുത്ത് തന്നത് കൊണ്ടാണ് എനിക്കിപ്പോൾ ഈ വീഡിയോ ഇടാൻ പറ്റുന്നത്. അങ്ങനത്തെ കേക്ക് കട്ട് ചെയ്യേണ്ട സമയമായി. നമ്മുടെ ക്യാമറ ചേട്ടനൊക്കെ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി സ്റ്റേജിലോട്ട് കയറുവാണ്. അച്ഛൻ ഡാഡുവിനെയും കൊണ്ട് കയറി, പിന്നെ കിട്ടു, പിന്നെ ഞാൻ, പിന്നെ നമ്മുടെ കുട്ടീസ് എല്ലാവരും കൂടെ സ്റ്റേജിലോട്ട് വന്നിട്ടുണ്ട്. ഇനി ഓരോരുത്തരായിട്ട് നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്ത് നിർത്തുവാണ്. അന്ന് കുട്ടീസിനെയൊക്കെ നമ്മൾ സ്റ്റേജിലോട്ട് കയറ്റിയിട്ടുണ്ട്. അവർക്കും അതൊരു സന്തോഷമാണല്ലോ. അങ്ങനെ എൻ്റെ മമ്മി വന്നിട്ടുണ്ട്, നമ്മുടെ ചിഞ്ചുമോൾ കയറി വന്നിട്ടുണ്ട്. എല്ലാവരും നമ്മളിങ്ങനെ നിരത്തി നിർത്താൻ പോവാണ്. അപ്പോഴേക്കും ദേ ഇവിടുത്തെ അച്ഛൻ വന്നായിരുന്നു, കിട്ടുവിൻ്റെ അച്ഛൻ വന്നു. ഇനി നമ്മൾ അമ്മയെ അവിടെയൊക്കെ തിരക്കി നടക്കുകയാണ്. അങ്ങനെ തിരക്കി അമ്മയും നമ്മളെല്ലാവരും ആ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. ഡാഡു അവിടെ ഇട്ട ഏതോ ഒരു പാട്ട് കേട്ടിട്ട് ഇങ്ങനെ തലയാട്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പാട്ടൊന്നും ഇവിടെ ആഡ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ടാണ് ഞാനും അതൊക്കെ കട്ട് ചെയ്തത്. അങ്ങനെ നമ്മളെല്ലാവരും സെറ്റായിട്ടുണ്ട് ഗായ്സ്. ഇനി നമുക്ക് കേക്ക് കട്ടിങ്ങിലോട്ട് കിടക്കാം. ഭയങ്കര സന്തോഷമായിരുന്നു ഗൈസ്, ഭയങ്കര സന്തോഷമായിരുന്നു. ഡാഡു ജനിച്ച അന്ന് മുതൽ ഞാൻ കിട്ടും പറയുന്നതാണ് ഡാഡുവിൻ്റെ ബർത്ത്ഡേ നമുക്ക് കിടിലമായിട്ട് ആഘോഷിക്കണമെന്ന്. അവന് വയ്യാതായി കുറച്ച് കൺഫ്യൂഷനൊക്കെ ആയെങ്കിലും ലാസ്റ്റ് നമ്മൾ ആഗ്രഹിച്ചതുപോലത്തെ ഒരു മൊമെൻ്റാണിത്. എൻ്റെ ഒരു സങ്കല്പത്തിനനുസരിച്ച് എനിക്ക് എല്ലാം നടത്താൻ പറ്റി, ടൈം ഇല്ലെങ്കിലും. പിന്നെ കിട്ടു എൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്നുകൊണ്ടാണ് എൻ്റെ സങ്കല്പങ്ങളെല്ലാം നടന്നത്. അങ്ങനെ നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോകുന്നത് ഗായ്സ്. അപ്പോൾ നമ്മുടെ ഡാഡൂസിൻ്റെ ഫസ്റ്റ് ഹാപ്പി ബർത്ത്ഡേ കേക്ക് കട്ടിങ് ആണ് നടക്കുന്നത്. എല്ലാവരും മുഖത്ത് കണ്ടോ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ നമ്മൾ കേക്ക് കട്ട് ചെയ്തു. ഇപ്പോൾ അവൻ ഇതിനെക്കുറിച്ചൊന്നും വലിയ ധാരണയില്ലെങ്കിലും കുറച്ചുകൂടെ കഴിഞ്ഞ് അവൻ ഇച്ചിരി വളർന്ന് കഴിയുമ്പോൾ അവനിതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ. ഇതൊക്കെ ഒരു മെമ്മറിയും കൂടെ ആണല്ലോ. അങ്ങനത്തെ ഡാഡൂസ് നമ്മൾ ബർത്ത്ഡേ കേക്ക് കൊടുത്തു, ഡാഡു മോൻ കഴിച്ചു. ഇനി എല്ലാവരും കൂടെ ഡാഡുവിന് കേക്ക് കൊടുക്കാൻ പോവുകയാണ്. അതാണ് നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത്. അങ്ങനെ കിട്ടും കൊടുത്തു. ഇനി എല്ലാവരും കൂടെ കൊടുക്കാൻ പോവുകയാണ്. എല്ലാവരും കട്ട് ചെയ്തു. അച്ഛനും അമ്മയൊക്കെ കൊടുക്കാൻ പോവുകയാണ്. അങ്ങനെ ഓരോരുത്തരായിട്ട് ഡാഡൂസിന് കേക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നോർമലി അവന് ഞാനിങ്ങനെ കേക്ക് ഒന്നും കൊടുക്കാറില്ല. ഇന്ന് അവൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് അവനൊരു സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുത്തേക്കുന്നതാണ്. എല്ലാവരും കുറച്ച് കേക്ക് അവന് കൊടുത്തിട്ടുണ്ട്. അതെല്ലാവർക്കും ഒരു സന്തോഷമല്ലേ. അങ്ങനെ എല്ലാവരും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ഫോട്ടോഷൂട്ട്സും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കേക്ക് കട്ട് ചെയ്ത് അപ്പം മുതൽ പിന്നെ കുറേ സമയത്തേക്ക് ഫോട്ടോ എടുപ്പായിരുന്നു. കാരണം ആൾക്കാരൊക്കെ ആ സമയത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരുമായിട്ട് ഫോട്ടോ എടുത്ത് ഞാൻ അതെല്ലാം കാണിച്ചു തരാം. പിന്നെ ഗായ്സ് ആ വീഡിയോയ്ക്ക് ക്ലാരിറ്റി കുറവുണ്ട്, പറഞ്ഞില്ലേ, അതിങ്ങനെ ദൂരെ നിന്നാണല്ലോ എടുത്തത്. അപ്പോൾ അതിൻ്റേതായ ക്ലാരിറ്റി കുറവുണ്ട്, അത് നിങ്ങൾ ഇഗ്നോർ ചെയ്യണം. പിന്നെ ഞാനിതെല്ലാം പോസ്റ്റ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഡാഡൂസിന് ഇതൊരു ഭയങ്കര മെമ്മറി ആയിരിക്കും. കുറച്ചുകൂടെ കഴിയുമ്പോൾ അവൻ്റെ മമ്മിയുടെ യൂട്യൂബ് ചാനൽ അവൻ കാണുമല്ലോ ഗൈസ്. അപ്പോൾ അവനൊരു സന്തോഷത്തിന് വേണ്ടി ഞാനിത് പോസ്റ്റ് ചെയ്യുന്നത്. പിന്നെ അവൻ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും കേക്ക് കൊടുക്കുന്നുണ്ട്. എല്ലാവരും സന്തോഷത്തോടെ നിൽപ്പുണ്ട്. പിന്നെ നമ്മുടെ ജെറിക്കുട്ടനൊക്കെ ഫോട്ടോ എടുക്കാൻ വന്നിട്ടുണ്ട്. അവന് പോകാൻ ടൈമായിരുന്നു. അങ്ങനെ എല്ലാവരും ഫോട്ടോ എടുത്ത് ഇവരാണ് ഫസ്റ്റ് ഫോട്ടോ എടുത്തത്. അങ്ങനെ പിന്നെ ഓരോരുത്തരായി ഫോട്ടോ എടുക്കാൻ സ്റ്റേജിലേക്ക് കടന്നു വന്നു. ഇതൊക്കെ കിട്ടുവിൻ്റെ ഫ്രണ്ട്സാണ്. നിങ്ങൾ ഇവരൊക്കെ മുന്നത്തെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും. അതാണ് അക്ഷയ്. അങ്ങനെ നമ്മളെല്ലാവരും ഫോട്ടോ എടുക്കാൻ പോവാണ്. നിന്ന നിപ്പിൽ ഇവൻ പെട്ടെന്ന് എന്തോ കാണിച്ചു. നമ്മളിത് എന്താണ് അവൻ കാണിക്കുന്നതെന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ പിന്നെയാണ് കാര്യം മനസ്സിലായി ഗൈസ്. അവൻ ഗ്ലാസ് മാറ്റി വയ്ക്കാൻ വേണ്ടിയാണ് ഈ പരിപാടി കാണിച്ചത്. അങ്ങനെ എല്ലാവരും കൂടെ അവിടെ നിന്ന് ചിരിച്ചു. പിന്നെ എല്ലാവരും ഫോട്ടോ ഷൂട്ടിലോട്ട് കടന്നു. ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ മെയിൻ താരമായ ഷാനുമോൾ വന്നിട്ടുണ്ട് ഗൈസ്. ഷാനു, ചേട്ടത്തി, എൻ്റെ അച്ഛൻ, ചേട്ടത്തിമാർ എല്ലാവരും കൂടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
പിന്നെ ഇതാ നമ്മുടെ പ്രവീണേട്ടൻ, നിഷ ചേച്ചി, മക്കൾ എല്ലാവരും കൂടെ ഫോട്ടോ എടുക്കാൻ വന്നു. നിങ്ങളിപ്പോൾ കാണുന്നത് നടി ദേവിയുടെ അഭിനയമാണ് ഗൈസ്. അങ്ങനെ ഇതാ എല്ലാവരും വന്നു. ഇതൊക്കെ നമ്മുടെ നൈബേഴ്സാണ്. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ പറഞ്ഞില്ലേ, വിളിച്ച് എല്ലാവരും വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ എല്ലാവരുമായിട്ടും ഫോട്ടോ എടുത്തു. ഏകദേശം ആൾക്കാരെ നമ്മൾ തലേ ദിവസമാണ് വിളിച്ചത്. കാരണം ഞാൻ പറഞ്ഞില്ലേ, 2-3 ദിവസം കൊണ്ട് പ്ലാൻ ചെയ്ത് റെഡിയാക്കിയ പ്രോഗ്രാമാണ്. പക്ഷേ എന്നാലും ആൾക്കാർ എല്ലാവരും വന്നു. അതെനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ അതാ ഷാനുമോൾ വന്നു ഫോട്ടോ എടുക്കാൻ വേണ്ടി. ഷാനു, പാപ്പൂസ്, ഷാനുവിൻ്റെ അമ്മ, മാമി എല്ലാവരും ഉണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഫോട്ടോ എടുത്തുകൊണ്ട് നിൽക്കുവാണ്. പിന്നെ നമ്മുടെ പാപ്പൂസിനെയും ഡാഡൂസിനെയും കൂടെ വെച്ച് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചുംബനങ്ങൾ കൈമാറി. പിന്നെ ഇതാ ചേട്ടത്തിമാർ, ചേട്ടൻ, കുഞ്ഞുങ്ങൾ എല്ലാവരും ഉണ്ട്. പിന്നെ രണ്ടാമത്തെ ചേട്ടനുണ്ട്. ചേട്ടന് വരാൻ പറ്റിയില്ല. അതൊരു വലിയ മിസ്സിങ് ആയിരുന്നു കേട്ടോ. ചേട്ടൻ വൈബ്. അങ്ങനെ പിന്നെ ഇതാ ഇവരെല്ലാവരും കൂടെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് എൻ്റെ 2 ചേട്ടത്തിമാരും ചേട്ടനും. ഇതുകൊണ്ട് ചേട്ടൻ, ഒരു ചേട്ടനൂടെ ഉണ്ട്. ചേട്ടനാണ് വരാത്തത്. അങ്ങനെ അവരെല്ലാവരും കൂടെ ഫോട്ടോ എടുത്തുകൊണ്ട് നിൽക്കുവാണേ. പിന്നെ നമ്മുടെ പാറുമോളും അജീഷ് മോനും എത്തിയിട്ടുണ്ട്. ഇവരൊന്നും നിങ്ങൾ എൻ്റെ വീഡിയോസിൽ കണ്ടിട്ടില്ല. ഇവരൊക്കെ നമ്മുടെ ഭയങ്കര ക്ലോസ് ടു ഹാർട്ടായിട്ടുള്ള ആൾക്കാരാണ്. എല്ലാവരും എൻ്റെ വേറെ വീഡിയോസിലൊക്കെ വഴിയെ വരുന്നതായിരിക്കും. അവൾ കെയറിങ് ആണ്. ഇപ്പോൾ 8 months ആയി. പിന്നെ ഇതാ എൻ്റെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്. ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നതാണ്. അച്ഛൻ്റെ കൈ കണ്ടു ഗൈസ്, ചെറിയൊരു മുറിവ് പറ്റിയതാണ്. പിന്നെ ദേ കുക്കു, ചേട്ടൻ, കുട്ടികൾ അവർ വന്നിട്ടുണ്ട്. ഇതാണ് അവർ ഗിഫ്റ്റ്. അങ്ങനെ ഇതാ ഡാഡു ചേട്ടൻ്റെ കയ്യിലോട്ട് പോവാണ്. അവൻ അന്ന് ആ ഫംഗ്ഷൻ സമയത്ത് ആരുടെ കയ്യിലും പോകുന്നുണ്ടായിരുന്നു. ചേട്ടനെ കണ്ടപ്പോൾ ചാടിപ്പോയി. നല്ല പരിചയമാണ്. അങ്ങനെ അവരെല്ലാവരുടെ ഫോട്ടോ എടുക്കാൻ നിൽക്കുവാണ്. ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ എന്നതിലുപരി ഒരു ഗെറ്റ് ടുഗദർ എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ പ്രോഗ്രാമിനെ പറയാം. കാരണം എല്ലാവരെയും ഒരുപാട് നാളിന് ശേഷം നമ്മൾ ഒരുമിച്ച് കണ്ട ഒരു ഡേ ആയിരുന്നു ഇത്. ഭയങ്കര രസമായിരുന്നു. എല്ലാവരും കൂടെ വന്നപ്പോൾ ആ പഴയ വൈബൊക്കെ തിരിച്ചു വന്നു. അങ്ങനെ ഇതാണ് നമ്മുടെ അനീഷേടൻ. പുള്ളിക്കാരൻ വിഷയമാണ് ഗൈസ്. പ്രകടനമൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം. അങ്ങനെ വന്നിട്ട് അവിടെ ബർത്ത്ഡേ ഒക്കെ വിഷ് ചെയ്ത് അവൻ എന്തൊക്കെയോ ആക്ഷൻ കാണിച്ചിട്ട് പോയി. ഇതൊക്കെ കിടുവിൻ്റെ കസിൻസാണ്. പിന്നെ ഇതാ ചേച്ചി പിന്നെയും ദേവിമോളുടെ അഭിനയമാണ് ഗൈസ്. അങ്ങനെ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. വന്നു, ഫോട്ടോ എടുത്തു, ഫുഡ് കഴിക്കാൻ പോയി. അങ്ങനെ സമയം പോയത് നമ്മൾ അറിഞ്ഞില്ല. ഇതൊക്കെ കിടുവിൻ്റെ ഫ്രണ്ട്സാണ്. അമ്മയൊക്കെ പിന്നെ വരുന്ന ആൾക്കാരെയൊക്കെ നോക്കുന്നതൊക്കെ തിരക്കിലായിരുന്നു. അതുകൊണ്ട് അമ്മ ഫോട്ടോ എടുക്കാൻ വന്നില്ല. അങ്ങനെ അമ്മയും അച്ഛനും ഫോട്ടോ എടുക്കാൻ വന്നു. അമ്മയുടെ സാരി എങ്ങനെയുണ്ട് ഗൈസ്? ഇത് അച്ഛനും അമ്മയ്ക്ക് സർപ്രൈസായി വാങ്ങിക്കൊടുത്ത പച്ച സാരിയാണ്. പിന്നെ ഷാനുമോളും ഞാനും ഡാഡുവും പാപ്പൂസും കൂടെയുള്ള അഭിനയമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഭയങ്കര രസമായിരുന്നു. അങ്ങനെ വീണ്ടും ഫോട്ടോഷൂട്ട് തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നു. ഇതാണ് നമ്മുടെ സുരാജും ശ്രീകുട്ടിയും നമ്മുടെ നൈനു ബേബിയും. ഇവനാണ് നമ്മുടെ കിട്ടുവിൻ്റെ പാർട്ട്ണർ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ഫോട്ടോസ് എടുത്തു. ഇതാണ് കേട്ടോ കുക്ക് കൊണ്ടുവന്ന ഗിഫ്റ്റ്. അതിങ്ങനെ അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ക്യാമറ കാണാത്തതുപോലെ, പക്ഷെ ഞാൻ കണ്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ ഞാൻ ഫോട്ടോ, അയ്യോ എൻ്റെ കയ്യിൽ നിന്നൊക്കെ ഫോട്ടോ പോയി. ഭാഗ്യത്തിന് തറയും വീണില്ല. അങ്ങനെ ഞാൻ ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഫോട്ടോ ഫ്രെയിം കാണാൻ. നമ്മളിവിടെ ചുമരിൽ ഇങ്ങനെ തൂക്കി വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട്. അങ്ങനെ ഞാൻ അതൊക്കെ നോക്കി അവിടെ ഇരിക്കുവാണ്. അപ്പോഴേക്കും എനിക്ക് വിശപ്പിൻ്റെ വിളി വന്നു. ഞാൻ കഴിക്കാൻ വേണ്ടി പോയി. ഇതാണ് നമ്മുടെ ഫുഡ് എന്ന് പറയുന്നത്. ഞാനും ദേവിയും കൂടെയാണ് കഴിക്കാൻ പോയത്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ എടുത്ത് ശേഖരിച്ച് വെച്ച് കഴിക്കാൻ പോവാണേ. ഞാനിന്ന് അട്ടിമണി തൊഴിലാളിയായിരുന്നു. ഇപ്പോഴെൻ്റെ സെർവൻ്റാണ് ഗൈസ്. എൻ്റെ മോൻ്റെ ഹെയർ ബർത്ത്ഡേ ഫുഡാണ് ഞാൻ കഴിക്കുന്നത്. ഞാൻ നല്ല ടേസ്റ്റുണ്ട്. ഫുഡൊക്കെ കഴിച്ചു. ഡാഡുവിന് ഫുഡ് കൊടുത്തതിന് ശേഷം അവൻ്റെ കുറച്ച് സിംഗിൾ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് അവനെ കൊണ്ട് അവിടെ ഇരുത്തിയിരിക്കുകയാണ്. അവൻ്റെ ഫ്രണ്ടിൽ ഒരു ലോഡ് ആൾക്കാരുണ്ട്. ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞ് വശീകരിച്ചാണ് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ പറ്റിയത്. അതിനുശേഷം എൻ്റെയും ഷാനുവിൻ്റെയും അഭിനയമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി നമ്മൾ വെറുതെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. എങ്ങനെയുണ്ട് നമ്മൾ അഭിനയം എന്ന് പറയണേ. അങ്ങനെ നമ്മളിത് കുറേ സമയം കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കും നമ്മുടെ അമ്മുമോളെത്തി. അമ്മയുടെ ഒരു മേജർ മിസ്സിങ് ആയിരുന്നു. കാരണം അമ്മുവിന് താമസിച്ചാണ് വരാൻ പറ്റിയത് ജോലി കഴിഞ്ഞിട്ട്. അങ്ങനെ അമ്മു എത്തി. ഇതാണ് നമ്മുടെ സ്റ്റേജ് കേട്ടോ. ഇത് ഞാൻ കുറച്ചുകൂടെ സൂം ചെയ്തെടുത്ത വീഡിയോയാണ്. ഇതാണ് നമ്മുടെ സ്റ്റേജ് എന്ന് പറയുന്നത്. നല്ല രസമായിരുന്നു നേരിട്ടാണ്. എല്ലാവരും പറഞ്ഞു സൂപ്പർ സ്റ്റേജ് ആയിരുന്നു എന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ ദേവി എവിടെയോ പോയി അതിൽ ബാക്കിയുണ്ടായിരുന്ന ഒരു കേക്ക് എടുത്തുകൊണ്ട് വന്നു. അങ്ങനെ നമ്മൾ അത് കഴിക്കുവാണ്. അവൾ എനിക്ക് കേക്ക് തന്നുകൊണ്ടിരിക്കണം. പക്ഷേ കേക്ക് കഴിച്ച് എൻ്റെ ഫേസിൽ ഫുള്ളും കേക്കായി ഗൈസ്. പിന്നെ ഒരു ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പോപ്കോൺ ഉണ്ടായിരുന്നേ, അതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. ഇവിടെ തൊട്ടാണ് നമ്മുടെ കൊട്ടിക്കലാശം തുടങ്ങുന്നത്. എൻ്റെ പൊന്നെ കിഡിൽ വരുന്നു ഗൈസ്. നമ്മുടെ ഡാൻസ് പ്രോഗ്രാമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും കൂടെ കളിച്ച് തകർത്തു എന്ന് വേണമെങ്കിൽ പറയാം. കുറേ നാളായി, ഏകദേശം 1 വർഷമായി ഞാൻ ഏതെങ്കിലും പ്രോഗ്രാമിന് പോയി നൃത്തം ചെയ്തിട്ട്. ഇതൊക്കെ അമ്മുവിൻ്റെ ഡാൻസാണ്. പ്രഗ്നൻ്റ് ആയതിനു ശേഷം ഡാൻസ് കളിച്ചില്ലല്ലോ, അപ്പോൾ കളിക്കാൻ പറ്റില്ലായിരുന്നു. പിന്നെ ഡാഡ് വന്നതിന് ശേഷം എനിക്ക് കളിക്കാൻ പറ്റിയ പ്രോഗ്രാംസ് ഒന്നും വന്നില്ല. സാധാരണ ഇതിൽ എല്ലായിടവും പോയി ഞാനും കിട്ടും. നമ്മളെല്ലാവരും കൂടെ അടിച്ച് പൊളിക്കാറാണ് പതിവ്. ഇന്നാണ് പിന്നെ ആഫ്റ്റർ എ ലോങ് ടൈം ഞാൻ ഡാൻസ് കളിക്കുന്നത്
കളിക്കുന്നത് ഗൈസ്. നമ്മുടെ അതേ വൈബിലുള്ള കുറേ ആൾക്കാർ നമ്മുടെ ചുറ്റും ഉണ്ടെങ്കിൽ പിന്നെ വിഷയമാണല്ലേ. അങ്ങനത്തെ കുറേ ആൾക്കാരാണ് ഇവർ. എല്ലാവരും ഉണ്ടായിരുന്നു, ആർക്കും ഒരു മടിയുമില്ല, എവിടെ എല്ലാവരും എത്തിക്കോളും. നമ്മളവിടെ ഫുൾ ഓണം അങ്ങനെ എല്ലാവരും കൂടെ ഭയങ്കര ഡാൻസായിരുന്നു. ഡാഡൂസ് ഡ്രസ്സൊക്കെ മാറി ഡാഡുവിനെ വെച്ചുള്ള നൃത്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ പാട്ടൊന്നും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല, കോപ്പിറൈറ്റ് ആവുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ പാട്ടൊന്നും ഇടാത്തത്. ആ പാട്ടിടുമ്പോഴാണ് അതിൻ്റെ ആ ഗുമ്മ് വരുന്നത്. പക്ഷേ പാട്ട് ആഡ് ചെയ്യാൻ ഒരു നിവർത്തിയും ഇല്ല ഗൈസ്. ഞാൻ പറഞ്ഞില്ല, ഇതാണ് നമ്മുടെ അനീഷേട്ടൻ്റെ പ്രകടനം. മാസ്മരികമായ പ്രകടനമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും കൂടെ ഫുൾ ഓണായിരുന്നു. കിട്ടു പിന്നെ കുറച്ച് തിരക്കിലായിരുന്നു, കാരണം ബാക്കി കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യണമല്ലോ. അതുകൊണ്ട് കിട്ടുവിന് ഡാൻസിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. അതിന് പകരം നമ്മളെല്ലാം കൂടെ ഡാൻസ് കളിച്ച് തകർത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, വീഡിയോയ്ക്ക് ക്ലാരിറ്റി കുറവായിരിക്കും, എന്നാലും നിങ്ങളിത് കണ്ട് സന്തോഷവാന്മാരാകുക ഗൈസ്. നമുക്ക് എപ്പോഴും കാണാൻ വേണ്ടിയുള്ള ഒരു ബ്യൂട്ടിഫുൾ മെമ്മറി ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അനീഷേട്ടൻ്റെ പ്രകടനം കാണിച്ചത് ഈ വീഡിയോ വരുമ്പോൾ ഇയാൾ എന്നെ കൊല്ലുന്നതായിരിക്കും ഗൈസ്. ഇത് നമ്മുടെ ഫൈനൽ ഡാൻസാണ്. ഈ ഡാൻസോട് കൂടി നമ്മുടെ ഇന്നത്തെ കലാപരിപാടികൾ മൊത്തത്തിൽ അവസാനിക്കുവാണ്. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ഒരു കിടിലുണ്ടായിരുന്നു. എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഇങ്ങനെ ഒന്ന് ആടിക്കളിക്കുമ്പോഴുള്ളൊരു ഫീല് അത് വേറെ തന്നെയാണ്. ഞാൻ ഇങ്ങനെയൊക്കെ എൻജോയ് ചെയ്യാൻ തുടങ്ങിയത് എൻ്റെ മാരേജിന് ശേഷമാണ് ഗൈസ്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനെയൊക്കെ എല്ലായിടത്തും പോയി കളിക്കണമെന്നൊക്കെ ഉള്ളത്. കോളേജിലൊക്കെ പഠിക്കുമ്പോൾ സെറ്റായിരുന്നു. പക്ഷേ ബാക്കി ഇങ്ങനെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ആ വൈബൊക്കെ എൻജോയ് ചെയ്ത് തുടങ്ങിയത്. അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് കിട്ടുവാണ് എന്നെ ഇങ്ങനെ ആക്കിയത് ഗൈസ്. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഡാൻസ് കളിച്ചു. ഇനി ഇതിൽ കുറേ ആൾക്കാർ മിസ്സിങ് ഉണ്ട്, വരാൻ പറ്റാത്ത കുറച്ച് ആൾക്കാർ, മെയിൻ ആൾക്കാർ ഇവിടെ ഉണ്ട് ഗൈസ്. അവരും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ കളറായാണ്. അങ്ങനെ എല്ലാവരും കൂടെ അറുമാദിച്ചുകൊണ്ടിരിക്കുവാണ്. ഞാൻ പറഞ്ഞില്ലേ, ആ പാട്ടും ആ ബഹളവും വന്നെങ്കിലാണ് അതിൻ്റെ ആ ഒരു സംഭവം നമുക്ക് കിട്ടുന്നത്. പക്ഷെ അതൊന്നും ആഡ് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ആഡ് ചെയ്യാത്തത്. നമ്മളെല്ലാവരും കൂടെ കളിച്ച് തളർന്ന അവശരായി. എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഈ സമയപ്പോഴത്തേക്കും പോയി കഴിഞ്ഞു. പിന്നെ ഇവിടുത്തെ അച്ഛനും അമ്മയും ബാക്കി എല്ലാവരും ഫ്രണ്ടിലിരുന്ന് നമ്മുടെ ഡാൻസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടുത്തെ അച്ഛൻ്റെ അമ്മയുടെയും കാര്യം ഞാൻ എടുത്തു പറയണം കേട്ടോ. കല്യാണം കഴിഞ്ഞു അന്ന് മുതൽ ഇവിടെ ഡാൻസ് ഉണ്ടെങ്കിൽ ഞാൻ കളിക്കാൻ പോകും. അവരാണ് കട്ട സപ്പോർട്ട്. കളിച്ചില്ലെങ്കിൽ ഇവിടെ ചോദിക്കും അവർ രണ്ടുപേരും, അമ്മയും അച്ഛനും, ദൈവോ കളിക്കുന്നില്ലേ എന്ന്. അത്രയും കിടിലം വൈബാണ് ഗൈസ്. അവർ പൊളിയാണ്. അങ്ങനെ നമ്മൾ അടിച്ച് പൊളിച്ചിട്ടുണ്ട്. ഡാഡൂസൊക്കെ പിന്നെ ഫുൾ ഓണായിരുന്നു. അങ്ങനെ നല്ല രസമായിരുന്നു ഗൈസ്. ഒരു ബ്യൂട്ടിഫുൾ ഡേ ആയിരുന്നു അത്. ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഡാഡുവിന് വയ്യാതായപ്പോഴത്തേക്കും എൻ്റെ ഒരു ഭയങ്കര വിഷമമായിരുന്നു. ഈ ഒരു നല്ല ഡേ നമുക്കിങ്ങനെ നടത്താൻ പറ്റത്തില്ലേ, അതിപ്പോൾ എങ്ങനെ ആവും എന്നൊക്കെ ഉള്ളത്. പക്ഷേ എല്ലാം കൊണ്ടും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടും എല്ലാം കൊണ്ടും എല്ലാവരുടെ സപ്പോർട്ട് കൊണ്ടും ഈ ഡേ ഞാനും കിട്ടും ആഗ്രഹിച്ചതുപോലെ സൂപ്പർ ഡേ ആയിട്ട് മാറിയിട്ടുണ്ട്. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്, എല്ലാവരും നമ്മളോട് കട്ടയ്ക്ക് നിന്നതിന്. പിന്നെ ഗൈസ്, കുറച്ച് ഫോട്ടോസ് ഞാനിതിൻ്റെ ലാസ്റ്റ് ആഡ് ചെയ്യുന്നതാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, വീഡിയോയ്ക്ക് കുറച്ച് ക്ലാരിറ്റി കുറവാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഫോട്ടോസും കൂടെ ആഡ് ചെയ്ത് വയ്ക്കാം, ബർത്ത്ഡേ സ്പെഷ്യൽ ഫോട്ടോസ്. അതും കൂടെ നിങ്ങൾ കാണൂ. പിന്നെ ഡാഡുവിന് വയ്യാതായപ്പം മുതൽ ആ ടൈം മുതൽ ഞാൻ വീഡിയോസ് ഇടൽ ഭയങ്കര കുറവാണ്. അപ്പോൾ കുറേ പേരുടെ അടുത്ത് ചോദിച്ചു എന്താണ് ഇടാത്തതെന്ന്. ഇത് വീണ്ടും നമുക്കൊരു റീസ്റ്റാർട്ട് ആവട്ടെ, നമുക്ക് വീണ്ടും പഴയതുപോലെ വീഡിയോസുമായിട്ട് വരാം. നിങ്ങൾ എന്നെ ഇപ്പം സപ്പോർട്ട് ചെയ്യുന്ന പോലെ ഇനിയും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ രാത്രി ഒരു 11 മണിയോടുകൂടി വീട്ടിലെത്തി. ഇതാണ് നമ്മുടെ വീടിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അവന് കിട്ടിയ ഗിഫ്റ്റാണ് ഈ മുഴുവനും കാണുന്നത്. ഇതൊക്കെ എൻ്റെ അൺബോക്സിങ് വീഡിയോ ഇടുന്നതാണ്. ഡാഡു അവൻ്റെ ഇടയിൽ കിടന്ന് അങ്ങനെ കളിച്ച് അറുമാദിക്കുകയാണ് എല്ലാം കണ്ട്. അപ്പോൾ അത്രയാണ് ഗൈസ്. ബർത്ത്ഡേ ഫോട്ടോസ് ഞാനിപ്പോൾ കാണിക്കാവേ.
ഗായ്സ് നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ വീടെത്തി. നമ്മൾ വിചാരിച്ച പോലെ തന്നെ അടിപൊളിയായിട്ട് നടത്താൻ പറ്റിയിട്ടുണ്ട് ബർത്ത്ഡേ സെലിബ്രേഷൻ. എനിക്ക് ഭയങ്കര സന്തോഷമായി. നമ്മുടെ ഭയങ്കര ആഗ്രഹമായിരുന്നു അവളുടെ ഫസ്റ്റ് ബർത്ത്ഡേ സൂപ്പറാക്കണം എന്നുള്ളത്. ഞാൻ പറഞ്ഞില്ല, അവന് വയ്യാതായത് കൊണ്ട് നമുക്കിപ്പോൾ നടത്തണോ വേണ്ടേ എന്നുള്ള കൺഫ്യൂഷനായിരുന്നു. അറ്റ് ലാസ്റ്റ് നമ്മൾ പ്രതീക്ഷിച്ച പോലെ സൂപ്പറായിട്ട് നടത്താൻ പറ്റി. എല്ലാവരും വന്നു, അതിന് ബ്ലെസ് ചെയ്തു. സൂപ്പറായിരുന്നു, നല്ലൊരു ഡേ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വേറെ കിടിലൻ വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരെ ഓക്കെ, ബൈ.